ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരിക്കണേ ദൈവമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഞാനും ഉണ്ട്, ചേട്ടനും ഉണ്ട്. രണ്ടുപേരും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ചെറിയ രീതിയിൽ മേക്കപ്പൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ വള എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു ടീച്ചർ ഗിഫ്റ്റായിട്ട് തന്നതാണേ. വിനീത മാം എന്നാണ് പേര്. അപ്പോൾ ഇത് മൊത്തം ഇടുവാണെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും കൈ. അതുകൊണ്ട് ഞാനതിൽ നിന്ന് വളരെ കുറച്ച് 2-3 മാത്രം എടുത്തിടാമെന്ന് വിചാരിച്ചു. തന്നെയല്ല ഡ്രസ്സിൻ്റെ കളറിന് മാച്ചിങ്ങുമാണ്. കയ്യിലിട്ട് നോക്കിയപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായി. കണ്ണ് എഴുതാനായിട്ട് കൺമഷി എടുത്തപ്പോൾ സ്റ്റിക്ക് ഒടിഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ കൈ കൊണ്ട് കണ്ണിൽ വരച്ചു. ഈ മാല ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ 2ാമത്തെ തവണ ഇടാൻ വേണ്ടി എടുത്തതാണ്, പക്ഷേ ഇട്ടില്ല. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് അത് കുറേ അങ്ങ് തുടച്ച് കളഞ്ഞേ പിന്നെയാണ് എനിക്ക് സമാധാനമായത്. ഇപ്പോഴത്തെ അവസ്ഥ ലിപ്സ്റ്റിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. എന്തായാലും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൗണ്ടേഷൻ ഇടണം. അതിൻ്റെ ഒരു കുറവ് വേണ്ടല്ലോ. ഇനി പൊട്ടും കൂടെ തൊട്ടാൽ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഷോളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ റെഡി ആയിട്ടുണ്ടേ. ഷോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാഷൻ ഷോ ചെറിയ രീതിയിലൊക്കെ അത് നിർബന്ധമാണ്. അങ്ങനെ റെഡിയായി ഇറങ്ങാൻ പോവുകയാണേ. ചേട്ടൻ കുറേ നേരമായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി. നമ്മൾ പോകാൻ പോണ അമ്പലം വീടിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറത്തുള്ള വഴിയാണ്. ഈ ഒരു ഇട റോഡിൽ കൂടെ നടന്നിട്ട് വേണം നമ്മൾ മെയിൻ റോഡിലേക്ക് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ആ ഒരു ചെറിയ വെയിലൊക്കെ കൊണ്ട് അങ്ങനെ ഹാപ്പിയായിട്ട് പതുക്കെ നടന്നു. കുറച്ച് കാലം നാട്ടിൽ ഇല്ലാഞ്ഞത് കൊണ്ടായിരിക്കും എനിക്ക് ഈ വഴിയുടെയൊക്കെ ഒരു ഭംഗി ഞാൻ മിസ് ചെയ്തിരുന്നല്ലോ എന്ന് തോന്നി. നാട്ടിലുള്ള ഇങ്ങനത്തെ ചെറു വഴികളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി. അപ്പോഴത്തേക്കും കുംഭകുടം അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രത്യേക ദിവസത്തെ വഴിപാടായിട്ട് നടത്തുന്നതാണ്. തലയിൽ ഇതുപോലെ കുടമൊക്കെ വെച്ച് അവർ തുള്ളി അമ്പലത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അമ്പലത്തിലെ പ്രാർത്ഥനയും കുറിതൊടലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുഖം ഭസ്മം കൊണ്ട് ഇങ്ങനെ ആയിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും അമ്പലത്തിൽ നിന്നുള്ള ഭക്ഷണവും കഴിച്ചു. തിരിച്ച് പതുക്കെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ഉച്ചയ്ക്കത്തെ എൻ്റെ പിറന്നാൾ സദ്യ എന്ന് പറയുന്നത് അമ്പലത്തിൽ നിന്നാണ് കഴിച്ചത്. വൈകിട്ടത്തേക്ക് വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. ഉച്ചയ്ക്ക് ഇറങ്ങി നടന്നപ്പോൾ വഴിയിൽ നല്ല വെയിലുണ്ടായിരുന്നു. പതുക്കെ നടന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ ബർത്ത്ഡേ വ്ലോഗ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും